ലാലേട്ടൻ എൻട്രി പറഞ്ഞാൽ സിമ്പിൾ എൻട്രി കിട്ടുമായിരുന്നു. ലാലേട്ടൻ വരുന്നു, സിനിമ പെട്ടെന്ന് ടു ബി ഫ്രാങ്ക് നശിപ്പിച്ചു കളഞ്ഞു. ഒരൊറ്റ സീനിന് ഒരു സിനിമ സ്പോയിൽ ചെയ്യാന്നുള്ള ഈ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലേ സിദ്ധാർത്ഥി ആളുകളെ കയ്യിലെടുക്കുന്നത്. സിനിമ സ്പോയിൽ ചെയ്യാന്നുള്ള എന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ സിനിമ. ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണോ? ഇതല്ല, ഇത് വിസ്മയുടെ സിനിമയാണ്. ആ ക്യാരക്ടറിന്റെ സിനിമയാണ്, ആ ക്യാരക്ടറിന്റെ ജേണിയാണ്, ആ ക്യാരക്ടറിന്റെ സ്ട്രഗിൾ ആണ്, ആ ക്യാരക്ടറിന്റെ എക്സിസ്റ്റൻസ് ആണ്. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശം ഒരു സീന് അവിടെ കൊണ്ടുവച്ചത്. എന്ത് കാര്യത്തിന്, ആർക്ക് വേണ്ടി? ഫാൻസിന് കാണാൻ വേണ്ടിട്ടോ. ബബ്ബയിൽ വന്നിട്ട് അവരാഴ്ചയാണെങ്കിൽ അതിൽ ലാലേട്ടൻ വന്നു പോയിട്ട് അതൊന്നും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഒരു സിനിമയിൽ നല്ല ഫ്ലോയില് ഒരു അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ മൊത്തം ടെമ്പറമെന്റ് നശിപ്പിച്ച് ആ മൊമെന്റം മൊത്തം കൊണ്ട് കളഞ്ഞ് പടം കാണാനുള്ള മൂടെ പോയി. പിന്നെ ലാലേട്ടൻ വന്ന ഫൈറ്റ് ചെയ്തതിന് ശേഷം എന്തിനാ ഫൈറ്റ്? ഇവറ്റകള് കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. വെറുതെ ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ്. അതൊരു റെസ്റ്റോറന്റിനകത്തുള്ള ഒരു കൂതറ ഫൈറ്റ്. സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ മേലെ വേണ്ടെങ്കിൽ വേണ്ട. അത് എന്തിനാ, അത് ആർക്ക് വേണ്ടിയിട്ട് അത് ആ ഫൈറ്റ്? എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു സിനിമയെ മൊത്തം നശിപ്പിക്കുന്ന ഒരു സീൻ അവിടെ കുത്തിക്കാരിയത്. ഇനിയിപ്പോൾ ആന്റണി പെരുമ്പ ഒരു പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ജൂഡ ആന്റണി ജോസഫിന് ബുദ്ധിയില്ലേ? എൻ്റെ ലാലേട്ടൻ അങ്ങനെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ലാലേട്ടൻ ഇത്രയും സിനിമയിൽ അഭിനയിച്ച ഒരാളല്ലേ ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പൊ ലാലേട്ടന് എനിക്കറിയില്ല എവിടെയാണ് ഇവർക്കൊരു സെൻസ് ഇല്ലാതെ വന്നത് എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? അതീ കാര്യമില്ല. പനിനീർ പൂവ് കണ്ടാ തോന്നുമോ അതിന്റെ അടിയിൽ കൂർത്ത മുള്ളുകളുണ്ട്.